നിരാശയുടെ നിമിഷങ്ങളാണ്. മെറ്റ് ലൈഫിൽ ഒരിക്കൽ കൂടി വീണുപോകുന്ന മെസ്സിയാണ് കണ്ടത്. 2016 കോപ്പ കിരീടത്തിൽ കോപ്പ സെന്റനാരിയോയിൽ വീണ അതേ മണ്ണിൽ ഒരിക്കൽ കൂടി മെസ്സി വീണുപോകുന്ന കാഴ്ച കണ്ടു. ഒരിക്കൽ കൂടി മെറ്റ് ലൈഫിൽ മെസ്സിയുടെ കണ്ണീർ. ഇത്തവണ ഒരുപക്ഷെ മെസ്സിക്ക് ആ ഒരു നിരാശയ്ക്ക് ഇവിടെ മറുപടി കൊടുക്കാൻ, പണ്ട് മരാക്കാനയിൽ ഉണ്ടായതുപോലെ ഒരു മറുപടി കൊടുക്കാനാവുമോ എന്നൊക്കെ തന്നെ തോന്നിയതാണ്. പക്ഷേ അതുണ്ടാവുന്നില്ല. സ്പെയിൻ്റെ സർവാധിപത്യത്തിൽ സ്പെയിൻ തന്നെയല്ലാതെ മറ്റാര് എന്ന ചോദ്യം ഉറപ്പായും ചോദിക്കേണ്ടി വരും. കാരണം അത്ര കണ്ട് മികച്ച പ്രകടനമാണ് സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ലോക ചാമ്പ്യന്മാരാണ് മറുവശത്ത് എന്ന തരത്തിലൊന്നും ഒരു തരത്തിലും അവരെ വിട്ടില്ല. എന്താണോ ഫ്രാൻസിനെതിരെ കളിച്ചത് അതിനേക്കാൾ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഒരുപക്ഷെ ഫ്രാൻസ് ആ മത്സരത്തിൽ തുടക്കത്തിലെങ്കിലും മിന്നലാട്ടങ്ങൾ കാണിച്ചതാണ്. പക്ഷേ ഈ മത്സരത്തിൽ ഒരു ഏകപക്ഷീയമായ മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇടയ്ക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, മത്സരത്തിൻ്റെ ഇൻറ്റൻസിറ്റി ചാർട്ട് സ്നീക്കോ ഒക്കെ തന്നെ കാണിച്ചിരുന്നു. അതിൽ ഒരു നീല വേവ്സ് ഒരു ഘട്ടത്തിൽ പോലും ഉയർന്ന് കാണുന്നില്ല എന്ന് തന്നെയാണ്. സർവം ഒരു റെഡ് അത് തന്നെയായിരുന്നു. റോഹകളുടെ കളർ മാത്രമായിരുന്നു. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ലോക ചാമ്പ്യന്മാർ എന്നതിന് ആ ഒരു പ്രകടനം കാഴ്ചവെക്കാതെ പോകുന്നു എന്ന വലിയ നിരാശയാണ് പല അർജന്റീൻ ആരാധകർക്കും പങ്കുവെക്കാനുള്ളത്. ബിനീഷ് കോടിയേരി അടക്കം അതാണ് പറഞ്ഞത്. കപ്പ് കണ്ടുകൂടിയവരല്ല ആരും തന്നെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെ കളിച്ചാൽ മതിയോ ഒരു ഫൈനൽ എന്ന ചോദ്യമാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നു. മുഹമ്മദ് റഹീസ്, എന്തായാലും കാത്തിരുന്ന് കിട്ടിയ കപ്പാണ്, പക്ഷെ അത് കൈവിട്ടു പോകുന്നു. ഈ നിമിഷം അത് സ്പെയിൻ്റേതാണ്. സർവം സ്പെയിൻ അല്ലെങ്കിൽ സർവം സ്പാനിഷ് വിപ്ലവം എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. സ്പെയിൻ്റെ സമഗ്രാധിപത്യം കണ്ട മത്സരത്തിൽ അർജന്റീന അടിതെറ്റി കപ്പ് കൈവിടുന്നു. അനിൽ, ഈ മത്സരത്തിൽ ഏതാണ്ട് 2 മിനിറ്റിൽ താഴെ മാത്രമാണ് എതിർ ടീമിന്റെ ബോക്സിൽ അർജന്റീന പന്ത് തട്ടിയത്. അത്തരത്തിലൊരു കണക്ക് കൊണ്ട് ഒരു ലോകകപ്പ് ഫൈനലിൽ എങ്ങനെ ജയിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കളിയുടെ ആദ്യ നിമിഷം തന്നെ നമ്മൾ പരേഡസിനെ പോലൊരു താരത്തിനെ 11-ൽ നിന്ന് പുറത്ത് മാറ്റിയിട്ട് നിക്കോ ഗോൺസാലസിനെ കളിക്കാൻ ഇറക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും അത് കണ്ടില്ല എന്ന് മാത്രമല്ല, ആ തന്ത്രം അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു. ആ ഘട്ടത്തിൽ മധ്യനിരയിൽ റോഡ്രിയെ പോലെ ഒരു എഞ്ചിൻ, അദ്ദേഹമായിരുന്നു ഇന്ന് സ്പാനിഷ് ട്രാവലിന്റെ എഞ്ചിൻ, ആ ഒരു ട്രെയിൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. സ്പാനിഷ് ട്രെയിനിന്റെ ആ ഒരു എഞ്ചിനായി അദ്ദേഹം റോഡ്രി മാറുമ്പോൾ അതിനെ ഒന്ന് തടയിടാൻ, ഏതെങ്കിലും തരത്തിൽ കളി കൊണ്ട് തടയിടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. അർജന്റീന പലപ്പോഴും അതിന് ശ്രമിച്ചത് ഫിസിക്കൽ ഗെയിം കൊണ്ട് മാത്രമായിരുന്നു. അത്തരത്തിലൊരു ഫിസിക്കൽ ഗെയിം എടുത്തതിന്റെ കൂടി ഒരു ഫലമാണ് ഈ കനത്ത തോൽവി എന്ന് പറയണം. ഗോളെണ്ണത്തിൽ 1 ഗോളിന്റെ വ്യത്യാസത്തിൽ മാത്രമായിരിക്കും അർജന്റീന തോറ്റത്. കണക്കൊരു പക്ഷേ അങ്ങനെ അവതരിപ്പിക്കാമെങ്കിലും ഒരു നിലയ്ക്കും മത്സരം കണ്ട ഒരാൾക്കും 1 മിനിറ്റെങ്കിലും അർജന്റീന മത്സരത്തിൽ ആധിപത്യം പുലർത്തി എന്ന് പറയാൻ കഴിയില്ല. അവസാന മിനിറ്റുകളിൽ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചില മിന്നലാട്ടങ്ങൾ, അത് വിരലിൽ എണ്ണാവുന്ന ചില ചാൻസുകൾ, അതിലൊന്ന് സിമിയോണി നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ചാൻസ്. ആ ഒരു ചാൻസ് അല്ലാതെ ഈ മത്സരത്തിൽ അർജന്റീനയെ ഓർത്തിരിക്കാൻ ഒന്നുമില്ല. കാരണം ആദ്യം മുതൽ ഫിസിക്കൽ ഗെയിം കളിച്ചുകൊണ്ട് പ്രതിരോധ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ റൊമേറോ അവിടെ യെല്ലോ കാർഡ് വാങ്ങുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പോലെ വരുന്നു. അവിടെ ആദ്യ പകുതിക്ക് മുമ്പ് അർജന്റീനയ്ക്ക് ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടി വരുന്നു. അപ്പോഴെല്ലാം സ്പെയിൻ നടത്തിയതാകട്ടെ തിരമാലകൾ പോലെ, അലമാലകൾ പോലെ അങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ആക്രമണത്തിനിടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ അർജന്റീനൻ നിരയിൽ ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനുശേഷം പരേഡസിനെ കളത്തിലിറക്കുമ്പോൾ അദ്ദേഹം ആദ്യ 5 മിനിറ്റിൽ യെല്ലോ കാർഡ് വാങ്ങുകയാണ് പരേഡസ്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 4 ഫൗളുകൾ പിന്നീട് കാർഡ് കിട്ടുന്ന തരത്തിൽ അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഇതിനിടയിൽ എൻസോ ഫെർണാണ്ടസ്, അദ്ദേഹത്തിന് കാർഡ് ലഭിച്ച് അദ്ദേഹം പുറത്താകുന്നു. റെഡ് കാർഡ് കണ്ട് 10 പേരായി അർജന്റീന ചുരുങ്ങുന്നു. ഏതെങ്കിലും തരത്തിലൊരു അർജന്റീനിയൻ താരത്തിന് ഈ മത്സരത്തിൽ അദ്ദേഹം കളിച്ചു എന്ന് പറയാനെങ്കിലും കഴിയുമെങ്കിൽ അത് മെസ്സിക്ക് പോലുമല്ല, മറിച്ച് എമിലിയാനോ മാർട്ടിനസിനാണ്. എമിലിയാനോ മാർട്ടിനസിന്റെ 8 സേവുകൾ, മിന്നുന്ന 8 സേവുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ സ്കോർ ബോർഡ് 5-0 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. ആ നിലയ്ക്ക് ചാമ്പ്യന്മാരായി വന്ന് ഏറ്റവും മോശം കളി കളിച്ചാണ് അർജന്റീന മടങ്ങുന്നത്. ലയണൽ മെസ്സിയുടെ ചിത്രങ്ങളൊക്കെയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം കരയുന്നില്ല. അദ്ദേഹത്തിന് ആ തരത്തിലൊരു വികാരം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല. കാരണം കളി അറിയാവുന്നവനാണ്, കളിയെ നയിക്കുന്നവനാണ്, കളിയെ നിയന്ത്രിക്കുന്നവനാണ്. അയാൾക്കറിയാം ഇന്ന് തന്റെ ടീം ഒരു തരത്തിലും കളിയെ നിയന്ത്രിച്ചിട്ടില്ല, തങ്ങൾ ജയിക്കാൻ അർഹരല്ല എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തന്നെ അറിയുന്ന നിലയിലേക്കാണ് അർജന്റീനിയൻ ടീം ഇന്ന് കളിച്ചത്. എന്തായിരുന്നു സ്കലോണിയുടെ തന്ത്രം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും നിലയ്ക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അറ്റാക്ക് നടത്താൻ പറ്റുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.